തുടർച്ചയായി 2 വിജയങ്ങൾ. അതിനുശേഷം ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു മത്സരത്തിൽ തോറ്റിരിക്കുന്നു. ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദുമായി കേവലം 10 റൺസിനായിരുന്നു ചെന്നൈയുടെ തോൽവി. നമ്മൾ കളി നിരീക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ ഹൈദരാബാദിൽ വരുന്ന ഏതൊരു ക്യാപ്റ്റനും ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തിരഞ്ഞെടുക്കുന്നത് ഫീൽഡിംഗാണ്. കാരണം ഡ്യൂ ഫാക്ടർ. ആദ്യം ബാറ്റ് ചെയ്തിട്ട് പിന്നെ ബൗൾ ചെയ്യാൻ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും, സ്ലിപ്പറി ആയിരിക്കും, ബോളൊക്കെ കയ്യിൽ നിന്ന് പോവുക, അതുപോലെ തന്നെ ഫീൽഡിംഗ് ദുഷ്കരമായിരിക്കും. അത് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുക. പക്ഷേ അതേസമയം ഹൈദരാബാദ് അവരുടെ സ്വന്തം ഗ്രൗണ്ടിൽ ആദ്യം ബാറ്റ് ചെയ്ത് വലിയ സ്കോർ നേടിക്കഴിഞ്ഞാൽ പിന്നെ എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന പ്രകടനമാണ് അവർ പുറത്തെടുക്കുന്നത്. അതുകൂടി നമ്മൾ ടോസ് ലഭിച്ചു കഴിഞ്ഞാൽ ഫീൽഡിംഗ് ആണോ ബാറ്റിംഗ് ആണോ വേണമെന്ന് ആ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. അതിന് മുന്നത്തെ മത്സരം മാത്രം എടുക്കുക. രാജസ്ഥാൻ റോയൽസിനെ ഇതേ രീതിയിൽ തന്നെയാണ് ഇതിലും വലിയ മാർജിനിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് തോൽപ്പിച്ചു വിട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്നലെ നമ്മൾ ടോസ് കിട്ടിയതിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആയുഷ് മാത്രേനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബാറ്റിങ്ങിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അഖിൽ ഹുസൈനെ നമുക്ക് കൊണ്ടുവരായിരുന്നു. കാരണം അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിലൂടെ തകർപ്പൻ ബോളിംഗാണ് കാഴ്ചവെച്ചത്. ബാറ്റ്സ്മാൻമാരെ ഡിഫൻസിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള ഒരു ബോളിംഗ് പ്രകടനമാണ് അഖിൽ ഹുസൈൻ്റേത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അഖിൽ ഹുസൈനെ മാറ്റി മാറ്റ് ഷോട്ടിനെ കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാറ്റ് ഷോട്ട് ഇന്നലെ നല്ലൊരു ഇന്നിങ്സ് കളിച്ചെങ്കിലും നമുക്ക് വിജയിക്കാൻ ആവശ്യമായ സ്ട്രൈക്ക് റേറ്റ് അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം മാറ്റ് ഷോട്ട് ബോൾ ചെയ്തുമ്പോൾ നിങ്ങൾ നോക്കുക, അദ്ദേഹത്തിൻ്റെ 4ാമത്തെ ഓവറായിരുന്നു മത്സരത്തിന് ഗതി തന്നെ നിശ്ചയിച്ചത്. 25 റൺസാണ് ആ ഒരൊറ്റ ഓവറിൽ അടിച്ചുകൂട്ടിയത്. ഇനി സഞ്ജുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്നലെ നടന്നത് ഡിസിഷൻ റിവ്യൂ ബൈ സഞ്ജു സാംസണാണ്, DRS. കാരണം അത്രയും പെർഫെക്റ്റായാണ് അദ്ദേഹം അഭിഷേക് ശർമ്മയുടെ ആ ഒരു ടച്ച് സെൻസ് ചെയ്തതും റിവ്യൂയിലേക്ക് വിട്ടതും. ഓട്ടൻ ബോൾ ചെയ്തതിന് ശേഷം അദ്ദേഹം തിരിഞ്ഞു നടക്കാണ്ട് അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല. പക്ഷേ ആ റിവ്യൂവിന് പോയി നമുക്ക് ആ ഒരു വിക്കറ്റ് കിട്ടി. അതുകൊണ്ട് തന്നെ ഒരു 200-250 എന്ന് പറയുന്ന വലിയ സ്കോറിലേക്ക് സൺറൈസേഴ്സിന് പോകാനും പറ്റിയില്ല. സഞ്ജുവിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെയധികം സ്ഥിരത പുലർത്തേണ്ട സമയമാണിത്. കാരണം അടുത്ത വർഷമാണ് ഏകദിന വേൾഡ് കപ്പ് വരുന്നത്. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് സഞ്ജു സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ടോപ്പ് ഓർഡറിൽ അടുത്ത ഏകദിന ലോകകപ്പിലുണ്ടാകണമെന്ന്. അതിന് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. അദ്ദേഹം വേൾഡ് കപ്പിൽ ബാറ്റ് ചെയ്ത അതേ രീതിയിൽ തന്നെ IPLലും ബാറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ആഗ്രഹം. കാരണം വേൾഡ് കപ്പിൽ ആദ്യം കുറച്ച് മത്സരത്തിൽ അദ്ദേഹം പെട്ടെന്ന് പുറത്തായപ്പോൾ അദ്ദേഹം ബാറ്റിംഗ് ശൈലി മാറ്റുകയും ത്രൂ ഔട്ട് ദി ഇന്നിങ്സ് ബാറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ബാറ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ IPL വന്നപ്പോൾ ആദ്യത്തെ 3 ഇന്നിങ്സുകൾ അദ്ദേഹം ചെറിയ സ്കോറിന് പുറത്തായി. അതിനുശേഷം അദ്ദേഹം സെഞ്ചുറി നേടുന്ന ആ ഒരു ഇന്നിങ്സിൽ കാഴ്ചവെച്ച പ്രകടനം, അദ്ദേഹം ത്രൂ ഔട്ട് ദി ഇന്നിങ്സ് ബാറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു അതിലും കളിച്ചത്. ആദ്യം 1-2 6 അടിക്കും. പക്ഷേ സഞ്ജുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് അറൗണ്ട് 200 സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു IPL അടുത്ത ലോകകപ്പ് ടീമിന് വേണ്ടി ഒരു മാനദണ്ഡമായേക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരങ്ങളിൽ മികച്ച പ്രകടനം സഞ്ജു സാംസൺ പുറത്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം 2027 ODI വേൾഡ് കപ്പ് സ്ക്വാഡിലുണ്ടാവും.